എനിക്കെതിരെ ഒരു സ്ത്രീ ഇതുപോലൊരു ആരോപണമായിട്ട് വരികയാണെങ്കിൽ നീ വിശ്വസിക്കൂ? ഇല്ല, വിശ്വസിക്കില്ല. എന്താ അതിന്റെ കാരണമൊന്ന് പറയാവോ? ഗിരി എനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ട്. അപ്പോ പ്രഭാ മേഡത്തിന് സിദ്ധാർത്ഥൻ സാറിന് നന്നായിട്ട് അറിയില്ല എന്ന് അല്ലേ? ഒരാരോപണം വന്നാൽ അത് വിശ്വസിച്ച് ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന ഭാര്യയ്ക്കൊപ്പം എന്റെ മനസ്സ് നിൽക്കില്ല. പക്ഷേ ആരോപണം ശരിയാണെന്ന ബോധ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഗിരിയും സിദ്ധാർത്ഥനും ഒക്കെ കുറ്റക്കാരാ. അങ്ങനെയുള്ളവരെ അകറ്റി നിർത്തണം സ്വന്തം ഭാര്യ. ക്ലിയർ അല്ലേ രജനിക്ക്? ആ, അത്രേ ഉള്ളൂ. അപ്പൊ ഗുഡ് നൈറ്റ്. നന്ദു, മുരളിയേട്ടന്റെ വീട്ടിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മൾ വഴക്കുകൂടി. എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. പക്ഷേ ആ സങ്കടമൊക്കെ ഇപ്പൊ മാറി. എപ്പോഴാന്നറിയോ? ഇരുട്ടത്ത് ഞാൻ വരുന്നതും കാത്ത് നന്ദു നിന്നപ്പോ. ഞാനിന്ന് വീണപ്പോ ഓടി വന്നില്ലേ? പഴയ നന്ദുവിനെ എനിക്ക് തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു. എനിക്ക് ഉറങ്ങണം. നീ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. പ്ലീസ് നന്ദു, നമുക്കിങ്ങനെ ദേഷ്യം കാണിച്ചിരിക്കണ്ട നന്ദു. ഞാൻ പറഞ്ഞു എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. നിന്റെ നാടകമൊന്നും വേണ്ട. എന്ത് നാടകം നന്ദു ഞാൻ കാണിക്കുന്നേ? പെണങ്ങല്ലേ നന്ദു? ഇതൊരു ശല്യമായല്ലോ. നന്ദു, നന്ദു എന്തായി കാണിക്കുന്നേ? കട്ടിൽ കയറി കിടന്നേ. ഞാനിനി ഒന്നും പറയില്ല. ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്? മനുഷ്യനെ ശല്യപ്പെടുത്താതെ. ദേഹത്തുനിന്ന് കൈമാറ്റി ദേവി. ഞാൻ നന്ദുവിനെ തൊടണ്ടെന്നാണോ? നിന്നെ ഒന്ന് തൊടാൻ, നീ ഒന്ന് തൊടാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ കൈകോർത്ത് നടക്കണമെന്നും കെട്ടിപ്പിടിച്ച് കിടക്കണമെന്നും മോഹിച്ചിരുന്നു. പക്ഷേ ആ മോഹം ഇപ്പൊ അവസാനിച്ചു. ആ ദേവി മനസ്സിൽ നിന്ന് പോയി. നന്ദുവിനെന്നെ മനസ്സിലാവുന്നില്ല. എനിക്കിപ്പോ എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. ആകെ ഭ്രാന്ത് കയറി നിൽക്കുക. ആരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഞാൻ എന്ത് വിശ്വാസവഞ്ചന നന്ദു കാണിച്ചേ? ഒന്നുമില്ല, ഒന്നുമില്ല. ഇതിനെപ്പറ്റി ഞാനൊന്നും സംസാരിക്കുന്നുമില്ല. നന്ദു എന്നെ എന്തെങ്കിലും മനസ്സിലാക്കും. അതിനുശേഷം ഞാൻ നന്ദുവിനെ തൊട്ടോളാം.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.